വെൽക്കം. ഈ ഒരു ലെക്ചറിൽ ഞാൻ TMS320 C6748 എന്ന് പറയുന്ന DSP കിറ്റ് എങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യാമെന്നും അതിൻ്റെ ഇനീഷ്യൽ സെറ്റപ്പ്സ് എന്താണെന്നും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൽ ഒരു പുതിയ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് ആ ഒരു പ്രോഗ്രാം റൺ ചെയ്യാമെന്നുള്ളതും ആൻഡ് ഫൈനലി അതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് എങ്ങനെ വെരിഫൈ ചെയ്യാമെന്നുള്ളതും ആണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഏതൊരു കിറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിലും അവർ നമുക്ക് ഇതുപോലെ ഒരു മാനുവൽ പ്രൊവൈഡ് ചെയ്യും. ആ മാനുവലിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുകൾ നമുക്കിതിനകത്ത് തന്നിട്ടുണ്ടാവും. സോ ആ ഡീറ്റെയിൽസ് യൂസ് ചെയ്ത് തന്നെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഇതിൽ ഇതുപോലെ ഡീറ്റെയിലുകൾ തന്നിട്ടുണ്ട്. സോ അവർ തരുന്ന CD-യിൽ ഇതുപോലൊരു ഫോൾഡർ അവൈലബിൾ ആണ്. അതിനകത്ത് സോഫ്റ്റ്വെയർസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. ഇതിലുള്ള ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു വിൻഡോ ആണ് വരിക. ഇതിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഫയലുകളുണ്ട്. അതായത് ഇതുപോലെ ജെൽ ആൻഡ് ഇമ്പോർട്ട് ഫയൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഈ ലിങ്കർ ഫയൽ, ഇതൊക്കെ നമുക്ക് ഏതൊരു പ്രോഗ്രാം ബിൽഡ് ചെയ്യാനും ആവശ്യമായിട്ടുള്ളൊരു ഫയലാണ്. അതുപോലെ തന്നെ നമ്മളുടെ കിറ്റ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ ആവശ്യമുള്ളതാണ് ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ, ജെല്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ. ഓക്കെ, സോ ഇതിൽ ബേസിക് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യേണ്ട സ്റ്റെപ്സുകൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യൽ സ്റ്റെപ്പ് അതെന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് CC സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐക്കൺ ഉണ്ട്. അത് റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഓൾറെഡി എൻ്റെ കിറ്റ് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഫസ്റ്റ് തൊട്ട് നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനുവലിൽ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം നമ്മളൊരു ഫയൽ ഇമ്പോർട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ വിൻഡോയിൽ കസ്റ്റം ബോർഡ് എടുക്കുക. അതിനുശേഷം ഫയലിൽ ഇമ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പണായി വരും. ഇതിൽ ബ്രൗസ് ചെയ്യുക. അതായത് നമുക്ക് ഈ കിറ്റ് മേടിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഫയൽ നമ്മളിതിനകത്ത് കൊടുക്കണം. സോ ഡെസ്ക്ടോപ്പിനകത്താണ് നമ്മളത് സേവ് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ ഫോൾഡറിൽ ജെൽ ആൻഡ് ഇമ്പോർട്ട് ഫയൽ എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ഇതിനകത്തുള്ള ഈ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡറിലെ ഫയൽ ഇത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ കിറ്റ് ഇതിനകത്ത് സെലക്റ്റായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മളിതിൽ റൈറ്റ് ക്ലിക്ക് വെക്കുക, ദെൻ പ്രോപ്പർട്ടീസ് എടുക്കുക. ഇതിലൊരു ജെൽ ഫയലും കൂടെ നമുക്ക് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ സെയിം ഫോൾഡറിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിനകത്തുള്ള സെയിം ഫോൾഡറിനകത്തുള്ള ജെൽ ഫയൽ ഉണ്ടാവും. ഇതിനകത്ത് ജെൽ ആൻഡ് ഇമ്പോർട്ടിനകത്തുള്ള ജെൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലുണ്ട്, .jel. അത് നമ്മളിതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ കിറ്റ് നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മളിതിനകത്ത് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് സേവ് ആൻഡ് ക്വിറ്റ് കൊടുക്കുക. ദെൻ സ്റ്റാർട്ട് CC സ്റ്റുഡിയോ യെസ് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ CC സ്റ്റുഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയിട്ട് വരും. ഇതിൻ്റെ താഴെ ടാർഗറ്റ് കണക്റ്റഡ് അല്ല എന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കിറ്റ് കണക്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കിറ്റിൻ്റെ USB കണക്ടർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ പവർ അഡാപ്റ്ററും നമ്മൾ കണക്ട് ചെയ്യുക. ഇതുപോലെ കമ്പ്യൂട്ടറുമായിട്ട് USB ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ച് ഓൺ ആക്കുക. അതിൻ്റെ LED ഇൻഡിക്കേറ്റർ കത്തിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. അതിനുശേഷം CC സ്റ്റുഡിയോയിൽ ഡീബഗിനകത്ത് കണക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇതുപോലെ നമ്മുടെ ടാർഗറ്റ് സിസ്റ്റമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടാവും. കണക്റ്റ് ആയാലും ഇതുപോലൊരു വിൻഡോ ഒക്കെ നമുക്ക് വരും. ഇനി നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രൊജക്റ്റിൽ ന്യൂ ഉണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ തൽക്കാലം ടെസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് നെയിം കൊടുക്കാം. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാണ്. ടാർഗറ്റ് നമ്മൾ 67XX എടുക്കുക. നമ്മുടെ 6748 ആണ്. സോ പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ ഫോൾഡേഴ്സൊക്കെ ഇതിൽ വരും. അതിനുശേഷം നമ്മൾ ഫയലിൽ വരിക, ന്യൂ സോഴ്സ് ഫയലുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫയൽ ഓപ്പണായി വരും.
ഇതിനകത്താണ് നമ്മൾ നമ്മുടെ പ്രോഗ്രാം എഴുതുന്നത്. സോ തൽക്കാലം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് കോപ്പി ചെയ്യുകയാണ്. ഒരു സർക്കുലർ കൺവല്യൂഷൻ്റെ ഒരു പ്രോഗ്രാമാണ്. ഇത് ചെയ്തതിന് ശേഷം നമ്മളിനി സേവ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ്. അപ്പോൾ സേവ് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സെയിം ഫോൾഡറിനകത്ത് നമ്മുടെ ടെസ്റ്റ് ഫോൾഡറിനകത്ത് പോയിട്ട് .c എക്സ്റ്റൻഷനിൽ വേണം നമ്മൾ സേവ് ചെയ്യാൻ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തൽക്കാലം test.c എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സേവ് ചെയ്യാണ്. ഇനി സേവ് ചെയ്ത ഈ ഫയൽ നമ്മുടെ പ്രൊജക്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ക്ലിക്ക് ആക്കിയിട്ട് ആഡ് ഫയൽസ് പ്രൊജക്റ്റ് എടുക്കുക. ഈ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. ഇവിടെ സോഴ്സിനകത്ത് നമുക്ക് ഈ ഫയൽ വന്നിട്ടുണ്ടാവും. ഇതിനി ഒന്ന് ജസ്റ്റ് കമ്പൈൽ ചെയ്ത് നോക്കണമെങ്കിൽ ഡീബഗിനകത്ത് കമ്പൈൽ ചെയ്ത് നോക്കാം, നമുക്ക് എററൊന്നും ഇല്ല. ഇനി ഇതിനകത്ത് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കോമൺ ഫയൽസ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഫയലുകളുണ്ട് നമുക്ക് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് നമുക്ക് ഇതുപോലത്തെയുള്ള ഫയൽ ലിങ്കർ ഫയൽസൊക്കെ നമുക്ക് ഈ കിറ്റ് മേടിക്കുമ്പോൾ തന്നെ കിട്ടുന്ന ഫയലുകളാണ്. ഈ ഫയൽസുകൾ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് അപ്ലോഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതിനകത്തുള്ള ലിങ്കർ എന്ന് പറയുന്ന ഈ ഒരു ഫയൽ ഞാൻ ജസ്റ്റ് എൻ്റെ പ്രൊജക്റ്റിനകത്തേക്ക് കോപ്പി ചെയ്തിടുകയാണ്. എന്നിട്ട് അതും ഞാൻ എൻ്റെ ഈ പ്രൊജക്റ്റിനകത്തേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. സോ ആഡ് ഫയൽസ് ടു പ്രൊജക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ താഴെ ഓൾ ഫയൽ ടൈപ്പ് എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഈ linker.dsp.cmd എന്ന് പറയുന്ന ഫയൽ ഇതിനകത്തേക്ക് കൊടുക്കുക. അതിവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. നെക്സ്റ്റ് പ്രൊജക്റ്റിനകത്ത് ബിൽഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബിൽഡാവും. ഈ ബിൽഡിങ് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിനകത്ത് നിങ്ങൾ ഡീബഗ് എന്ന് പറഞ്ഞൊരു ഫോൾഡറിനകത്ത് test.out നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ സെയിം പേരിൽ ഒരു ഔട്ട് ഫയൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഫയലിൽ ലോഡ് പ്രോഗ്രാം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ വന്ന ഈ ഔട്ട് ഫയൽ നമ്മളതിനകത്ത് ഓപ്പൺ ആയി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ആ ഔട്ട് ഫയൽ കിറ്റിനകത്ത് അപ്ലോഡ് ചെയ്തു. ഇതിന് വേണ്ട ഇൻപുട്ടൊക്കെ നമ്മൾ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഈ അഡ്രസ്സിലുമാണുള്ളത്. സോ നമുക്ക് ഇത് ജസ്റ്റ് ഡീബഗിൽ പോയിട്ട് റണ്ണ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യൂവിൽ മെമ്മറി സെലക്ട് ചെയ്യുക. ഈ അഡ്രസ്സ് ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുക. എന്നിട്ട് ഇവിടെ അൺസൈൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ ഔട്ട്പുട്ട്സുകൾ കാണാം. സോ ഇതാണ് ഈ കിറ്റ് കണക്ട് ചെയ്ത് ഒരു പ്രോഗ്രാം റൺ ചെയ്യേണ്ടതിൻ്റെ ബേസിക് സ്റ്റെപ്സുകൾ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് TMS320 C6748 കിറ്റ് നമ്മുടെ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ബേസിക് പ്രോഗ്രാം റൺ ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്സുകൾ. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സോ ഇതുപോലെ ഈ കിറ്റിൽ സിമ്പിൾ പ്രോഗ്രാംസുകൾ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ അതർ ലെക്ചേഴ്സും ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.